നബിയോർമ്മയിൽ കഴിഞ്ഞ 4 വർഷമായി മർക്കസ് നോളജ് സിറ്റിയിൽ നടന്നു വരുന്ന മഹാകവി സമ്മേളനത്തിൻ്റെ ഈ വർഷത്തെ എഡിഷനിൽ പങ്കെടുക്കാൻ സാധിച്ചതിലും കവിത അവതരിപ്പിക്കാൻ സാധിച്ചതിലുമൊക്കെ അതിയായ സന്തോഷമുണ്ട്. എന്നെ സംബന്ധിച്ച് പ്രവാചകരുടെ ഓർമ്മ എന്നത് വൈവിധ്യമാർന്ന ഒരുപാട് അനുഭവ സഞ്ചയങ്ങളുടെ ആകത്തുക കൂടിയാണ്. സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ എൻ്റെ അടുത്തും വലത്തും ഇരുന്ന് പഠിച്ചിട്ടുള്ള ആളുകൾ സ്കൂൾ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് വിടുന്ന മദ്രസയിൽ നിന്ന് കേൾക്കുന്ന ഓത്തുകൾ, അലിഫ് ബാഹ് എഴുത്തുകൾ, തൊട്ടടുത്ത പള്ളിയിൽ നിന്ന് മുഴങ്ങിക്കേൾക്കുന്ന 5 നേരത്തെ ബാങ്ക് വിളികൾ, പുലരിയിൽ ഉണരുന്നതിന് മുമ്പേ തൊട്ടടുത്ത വീട്ടിൽ നിന്നും ബാങ്ക് വിളിക്കാൻ ഇറങ്ങിപ്പോകുന്ന അബ്ദുക്ക, അങ്ങനെ ആകെ മൊത്തം ഒരു ഗ്രാമത്തിലാകെ നിറഞ്ഞു നിൽക്കുന്ന ഓർമ്മകളിൽ നിന്ന്, നബിയുടെ ഓർമ്മകളിൽ നിന്ന്, സത്യസന്ധമായ അവരുടെ വിശ്വാസത്തിൻ്റെ ഓർമ്മകളിൽ നിന്ന് ഒക്കെ തെറിച്ചു വീണ ഒരുപാട് അനുഭവങ്ങളുടെ, ഒരുപാട് വ്യത്യസ്തമായ അടരുകളുടെ ഒക്കെ സമാഹാരമായിട്ടാണ് നബിയുടെ ഓർമ്മ എൻ്റെ മനസ്സിലുള്ളത്. പിന്നീടാണ് ഒരു പഠിതാവ് എന്ന രീതിയിലോ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരാളെന്ന രീതിയിലോ ഒക്കെ നബിയെക്കുറിച്ച്, നബിയുടെ പ്രബോധനങ്ങളെക്കുറിച്ച്, അതിലെ എന്താ പറയുക, അതിൻ്റെ അനുകൂലവും പ്രതികൂലവുമായ വാദമുഖങ്ങളെക്കുറിച്ചൊക്കെ അറിയാൻ ശ്രമിക്കുന്നു. നബിയുടെ ഓർമ്മ എന്നിൽ വ്യവസ്ഥാപിതത്വത്തിനെതിരായ കലഹത്തിൻ്റെ ഓർമ്മയായിട്ടുണ്ട്. അന്ന് നിലനിന്നിരുന്ന വളരെ പഴകിയ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും തിന്മകൾക്കുമെതിരെ കലഹിച്ചുകൊണ്ട് ആണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായും അതുകൊണ്ട് തന്നെ പ്രവാചകരുടെ ഓർമ്മ അന്ധവിശ്വാസങ്ങൾക്കെതിരായ അല്ലെങ്കിൽ വ്യവസ്ഥാപിതത്വത്തിനെതിരായ കലഹത്തിൻ്റെ തീനാമ്പുകളുള്ള ഓർമ്മയാണ് എന്ന് വിചാരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഓർമ്മ നീതിക്ക് വേണ്ടിയുള്ള വിട്ടുവീഴ്ചയില്ലാത്ത സമരങ്ങളുടെ ഓർമ്മയാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മ ലോകമാകെ സമാധാനവും കാരുണ്യവും നന്മയും പ്രസരിപ്പിക്കാനുള്ള പ്രവൃത്തികളുടെ ഓർമ്മയാണ്. പരാജയം എന്തെന്ന് അറിയാത്ത പ്രത്യാശയുടെ ഓർമ്മയാണ്. ഒരു കാലത്തും വാടാത്ത, ഒരു കാലത്തും കൊഴിഞ്ഞു പോകാത്ത നന്മയുടെ വസന്തത്തെ പറ്റിയുള്ള ഓർമ്മകളാണ്. ഖദീജയോടൊപ്പം അദ്ദേഹം പങ്കിട്ട അസുലഭ മുഹൂർത്തങ്ങളുടെ, ആയിഷയോടൊപ്പം അദ്ദേഹം ഒരു കൊച്ചുകുട്ടിയെപ്പോലെ ഓടിക്കളിച്ച കാമുക ഹൃദയത്തിൻ്റെ ഓർമ്മയാണ്. അങ്ങനെ വൈവിധ്യമാർന്ന ഒരുപാട് ഏരിയകളിലേക്ക് നിരന്തരം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന അവസാനിക്കാത്ത ഓർമ്മകളുടെ ഒരു ബൃഹത് സഞ്ചയത്തെ ചെറിയ വരികളിലോ വാക്കുകളിലോ ഒന്നും ഒതുക്കുക അസാധ്യമാണ്. ആ ഓർമ്മകൾ തീർച്ചയായും ഒരിക്കലും അവസാനിക്കാത്ത നിരന്തരമായ ഭാഷയുടെ പ്രവാഹമായി തീരുന്ന കവിതകളിലേക്ക് ആവാഹിക്കാനാവില്ല അതിന്. ഒരു പ്രവാചകരുടെ ഓർമ്മ, അത്രയേറെ കവിത നിറഞ്ഞു നിൽക്കുന്ന പ്രബോധനങ്ങളെ ഒന്നും നമുക്ക് അതിലേക്ക്, കവിതയിലേക്ക്, മനുഷ്യരുടെ അല്പമാത്രമായിട്ടുള്ള, മറ്റാളുകൾക്ക് മനസ്സിലാവാത്ത മനുഷ്യഭാഷയുടെ തന്നെ പ്രശ്നം അത് ഇതര ജീവജാലങ്ങൾക്ക് അറിയുമോ എന്ന് നമ്മൾക്കറിയില്ല. നമ്മുടെ ഭാഷയുടെ തന്നെ പ്രശ്നം എത്ര പരിമിതമാണത്. തൊട്ടടുത്ത തമിഴ്നാട്ടുകാരനോ കന്നഡക്കാരനോ അത് അറിയില്ല എന്നുള്ളത് മലയാളം. അങ്ങനെ എല്ലാ മനുഷ്യർക്ക് പോലും മനസ്സിലാക്കാനാവാത്ത പരിമിതമായ ഒരു ഭാഷയിൽ, സർവർക്കും മനസ്സിലാകുന്ന ഒരു അതീത ഭാഷയിൽ എഴുതിയ ആഖ്യാനങ്ങൾ, ആ ആഖ്യാനങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ ആവിഷ്കരിക്കുക എന്ന അത്യന്തം കഠിനമായ ഒരു പ്രതിസന്ധിയാണ് വീരാൻകുട്ടി മാഷ പോലുള്ള, സച്ചിദാനന്ദൻ മാഷ പോലുള്ള കവികൾ
വളരെ ഭംഗിയായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. ഞാൻ വീരാൻകുട്ടി മാഷുടെ കവിത കേട്ട് അക്ഷരാർത്ഥത്തിൽ എന്താ പറയുക, കോരിത്തരിച്ചു പോയി എന്ന് പറയാം. അത് പ്രത്യേകിച്ചും ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ എഴുതുകയാണ് ചെയ്യുക. മാഷ് പറഞ്ഞു ഇന്നലെ മാഷോട് ആവശ്യപ്പെട്ടിട്ട് എഴുതിയ കവിതയാണ്. നമ്മൾ കേൾക്കുമ്പോൾ അങ്ങനെ തോന്നുന്നില്ലെങ്കിലും പക്ഷേ അതിനകത്തൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ ഞങ്ങൾ പലപ്പോഴും കവിത എഴുതുന്ന ആളുകളെ സംബന്ധിച്ചിട്ടുള്ള ചെറിയ ചില ശാഠ്യങ്ങൾ മറ്റൊരാളുടെ ഇംഗിതമനുസരിച്ച് ഒന്നും നമ്മൾ കവിത എഴുതില്ല എന്നുള്ളൊരു ശാഠ്യമായിരുന്നു. ഈ കവിയരങ്ങിലേക്ക് എന്നെ ഷറഫുദ്ദീൻ എന്ന് പറയുന്ന സുഹൃത്ത്, അദ്ദേഹവും ഞാനും തമ്മിലുള്ള സംസാരം വളരെ കുറച്ചുണ്ടായിരുന്നു. ഒക്കെ വാട്സപ്പ് ചാറ്റുകളായിരുന്നു എല്ലാ കാര്യങ്ങളും. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, നബിയെക്കുറിച്ച് ഒരു കവിത എഴുതാൻ പറ്റുമോ എന്ന്. അപ്പോൾ ഞാൻ ഉടനെ അദ്ദേഹത്തിന് മറുപടി ഇട്ടു, ശ്രമിക്കാം, പക്ഷേ മറ്റ് കവിതകൾ ചൊല്ലാൻ പറ്റില്ലേ എന്ന് ചോദിച്ചു. അപ്പം നബിയെപ്പറ്റി എഴുതാൻ പറ്റുമോ എന്ന് അദ്ദേഹം വീണ്ടും എന്നോട് ആരാഞ്ഞു. അങ്ങനെ ഞാൻ എന്നിങ്ങനെ ആലോചിച്ചപ്പോൾ വിചാരിച്ചു, പറ്റുകയാണെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ അങ്ങ് ഉപേക്ഷിക്കാം എന്നുള്ള രീതിയിൽ വിട്ട ഒരു കാര്യമായിരുന്നു. ആകസ്മികമായി പിന്നെ ഒരു ബാംഗ്ലൂർ യാത്ര എനിക്ക് വേണ്ടി വന്നു. അവിടെ നിന്ന് തിരിച്ചു പോരുമ്പോൾ ട്രെയിനിലിരുന്ന് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു മെസ്സേജ് വന്നു എനിക്ക് ആ സമയത്ത്. എന്തായി എന്ന് ചോദിച്ചിട്ടൊരു റിമൈൻഡർ മെസ്സേജ് വന്നപ്പോഴാണ് ഞാൻ വീണ്ടും അതിനെക്കുറിച്ച് ആലോചിക്കുന്നത്. അപ്പോൾ അത് ഞാൻ വിചാരിച്ചു എഴുതണ്ട എന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ എന്തുകൊണ്ടായിരിക്കും അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടത്? ഞാൻ നിരന്തരം ഒക്കെ എന്നുള്ള രീതിയിൽ മലയാളത്തിലെ വാരികകളിലൊക്കെ കവിത എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. കവിത എഴുതുന്നതിന് കേരള സാഹിത്യ അക്കാദമിയുടെ അവാർഡും അതിൻ്റെ തുകയും കൈപ്പറ്റിയിട്ടുള്ള ഒരാളാണ്. മറ്റ് അവാർഡുകളിൽ നിന്ന് വ്യത്യസ്തമായി സാഹിത്യ അക്കാദമി അവാർഡിന് വേറൊരു വലിയ ബാധ്യത കൂടിയുണ്ട്. അത് ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച് നൽകുന്ന ഒരു അവാർഡാണ്. അപ്പോൾ അത് ജനങ്ങളോടുള്ളൊരു ഉത്തരവാദിത്വമാണ്. കവിത എന്താണ് എന്നറിയാത്ത, ജീവിതത്തിൽ ഇന്ന് വരെ കവിത വായിച്ചിട്ടില്ലാത്ത ആളുകളുടെ പണമെടുത്തിട്ട് തന്നിരുന്ന ഒരു അവാർഡ് കൈപ്പറ്റിയിട്ടുള്ളൊരു കവിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരമൊരാളോട് കവിത ചോദിക്കാനുള്ള ഉത്തരവാദിത്വം ഏതൊരു പൗരനുമുണ്ട്. ഒരു കവിത എഴുതുന്ന തൊഴിലാളി എന്നുള്ള നിലയ്ക്ക് അത് ആൻസർ ചെയ്യേണ്ട ഉത്തരവാദിത്വം എനിക്കുമുണ്ട് എന്ന് ഉള്ളൊരു ബോധ്യത്തിൽ ഞാനെന്നാ എഴുതാം എന്ന് വിചാരിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ ബാല്യകാലം മുതൽക്കുള്ള എൻ്റെ നബിയോർമ്മകളുടെ ഒരു സഞ്ചയത്തിലേക്കൊന്ന് ഓർമ്മ കൊണ്ട് ഊളിയിടാൻ തുടങ്ങിയപ്പോൾ ഒരൊറ്റ ഇരിപ്പിൽ ഒരു ട്രെയിൻ ഏതാണ്ട് പാലക്കാട് നിന്ന് കോഴിക്കോട് എത്തുന്ന സമയം കൊണ്ട് ഉണ്ടായി വന്ന ഒരു കവിതയാണ് ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. കവിത എന്ന് നേരത്തെ മാഷ് പറഞ്ഞതുപോലെ, രാമകുട്ടി മാഷ് പറഞ്ഞതുപോലെ അതിനെ വിളിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. കാരണം കവിതയുടെ ഒരു വലിയ പ്രോസസ്സാണ്. ഒരു ഇരിപ്പിലോ രണ്ടിരിപ്പിലോ ഒന്നും സാധിക്കാത്ത ഒരു വലിയ മുത്തുവെളിച്ചം. കാലം ഒരപാരത. അകത്ത് കടക്കുമ്പോൾ ഇരുട്ട് സാവധാനം ഒരു കടലിളക്കമാകുന്നു. ചരിത്രം ഒരു തുരങ്കമാകുന്നു. പ്രകാശത്തിൻ്റെ ഒരു ഘോഷയാത്ര പല ദിക്കിൽ നിന്നും പ്രയാണം തുടങ്ങുന്നു. പലതരം വെളിച്ചങ്ങൾ, 7 അല്ല 7000 വർണ്ണങ്ങളിൽ നിന്ന് മിന്നുന്നത്, മങ്ങിയാടുന്നത്, ചാഞ്ചാടിക്കെടുന്നത്, വീണ്ടും തെളിയുന്നത്, പലതരം വെളിച്ചങ്ങൾ. ഒടുവിൽ ഘോഷയാത്രയുടെ ജ്യോതിസ് മുഴുവൻ ഒരു മനുഷ്യാകാരമാവുന്നു. കാലം അവനെ മുഹമ്മദ് എന്ന് നാമകരണം ചെയ്യുന്നു. ലോകം അവനെ പ്രവാചകൻ എന്ന് വിളിക്കുന്നു. അവനെ അറിഞ്ഞവർക്ക് അവൻ വെളിച്ചത്തിൻ്റെ അനുഗ്രഹം നൽകി. ക്ഷമയെ ആയുധമാക്കി യുദ്ധങ്ങൾ ജയിച്ചു. വിശ്വാസം ഔഷധമാക്കി ലോകത്തിൻ്റെ മുറിവുകൾ ഉണക്കി. അനുഭവങ്ങളെ അറിവുകളും അറിവുകളെ അനുഭൂതിയുമാക്കി. അക്ഷരങ്ങളിൽ ഒതുങ്ങാത്തവയെ പ്രാർത്ഥനയുടെ അടരുകളിൽ അടവച്ചു. കാരുണ്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വസന്തം വിരിയിച്ചു. അവനെ പിന്തുടർന്നവർക്ക് ജീവിതം ഉന്മയുടെ മധുരം വിളഞ്ഞ വയലേലകളായി. ലോകത്തെ വെളിച്ചത്തിൽ മുക്കിയുണർത്തിയ കാരുണ്യമുത്തേ, നിന്റെ പൂങ്കാവനത്തിനും ഇപ്പോൾ തീ പിടിച്ചിരിക്കുന്നു. സമസ്ത ലോകങ്ങളും
ഇരുട്ടിൽ മുങ്ങുമ്പോഴും സകല വെളിച്ചങ്ങളും കുത്തിക്കെടുത്തുമ്പോഴും കെടാതെ കാക്കണം നീ കൊളുത്തിയ സ്നേഹജ്വാല. പ്രവാചകൻ്റെ ഓർമ്മയിൽ ഒരു കവിത കൂടി വായിച്ച് അവസാനിപ്പിക്കാം. താജ്മഹൽ എന്ന കവിതയാണ്. താജ്മഹൽ ഇതൊരു 4 ഭാഗങ്ങൾ ഉള്ള 2 കഥാപാത്രങ്ങൾ പ്രധാനമായിട്ട് വരുന്ന ഒരു നാടക ആഖ്യാന രൂപത്തിലുള്ള കവിതയാണ്. ബാവുട്ടി എന്നൊരു കേന്ദ്ര കഥാപാത്രമുണ്ട്. സ്മാരകങ്ങൾ നിങ്ങൾക്ക് പൊളിക്കാനായേക്കും, സ്മരണകളെ തൊടാനാവില്ല. ബാവുട്ടിക്ക. ചെറിയ 4-5 ഭരണികളിൽ പല്ലുമ്മലൊട്ടി പഞ്ചാര മുട്ടായികൾ, പഴയ 3-4 തക്കാളിപ്പെട്ടിയിൽ പേന, പെൻസിൽ, നോട്ട് ബുക്കുകൾ, അത്യാവശ്യങ്ങൾ മാത്രം അടുക്കി വെച്ച് ഇല്ലായ്മയുടെ ഇതള് വിടർത്തി സ്കൂൾ മുക്കിലൊരൊറ്റ പീടിക പുതുമഴയ്ക്കൊപ്പം മുളച്ചു. കുട്ടികളുടെ ആരവങ്ങളിൽ തളിർത്തും കളിച്ചിരികളിൽ ഉറച്ചും ഓണപ്പരീക്ഷയ്ക്ക് മുമ്പേ പീടിക 10ാം ക്ലാസ് ജയിച്ചു. സോപ്പ്, ചീർപ്പ്, കണ്ണാടി, ചാന്ത്, കൺമഷി, കുപ്പിവള, വഴിയേ പോകുന്ന ആവശ്യങ്ങളെ അകത്തേക്കിരുത്തിയ ചന്തങ്ങളായി. കുട്ടികൾക്ക് പിന്നാലെ അമ്മമാരായി, അവർക്ക് പിന്നാലെ അനേകരായി. ഇടതടവില്ലാത്ത തിരക്കിനു മുന്നിൽ താജ്മഹൽ സ്റ്റോർ എന്ന ബോർഡ് മിന്നി. പൊടിപൊടിക്കുന്ന കച്ചവടത്തിനിടയ്ക്കും ബാവുട്ടിക്ക ഇടയ്ക്കിടെ പുറത്തിറങ്ങും. നക്ഷത്രത്തിളക്കമുള്ള സ്വന്തം താജ്മഹൽ കൺകുളിർക്കെ നോക്കി നിൽക്കും. പിടിവിട്ടുപോയൊരു പ്രണയവല്ലരി ഓർമ്മകളിൽ ചുറ്റിപ്പിണയും. കലങ്ങിപ്പോകുന്ന കാഴ്ചയിലപ്പോൾ മുന്തസ്സിൻ്റെ പുഞ്ചിരി വളകിലുക്കങ്ങളാകും. 2 മൈലാഞ്ചി വളവിലെ മന്ദാരച്ചോട്ടിൽ വെള്ളിയാഴ്ചയിലെ ഉച്ചനേരങ്ങൾ വിജനമായി തണുത്തൂറിക്കിടന്നു. ഭൂമിയിലെ ഏറ്റവും ചെറിയ ഒച്ചകൾ മാത്രം പരസ്പരം പരതി നടന്നു. നിങ്ങളെന്താ പള്ളി പോവാത്തേ? ഇയല്ലേ എൻ്റെ പള്ളി. അപ്പോൾ പ്രാർത്ഥിക്കാനോ? ഇതല്ലേ എൻ്റെ പ്രാർത്ഥന. വേവലാതികൾ ഒഴിഞ്ഞ ബാവുട്ടിയുടെ നെഞ്ചിൽ മുന്തസ്സിൻ്റെ കനവുകൾ ചിത്രപ്പണി ചെയ്തുകൊണ്ടിരുന്നു. എനിക്കൊരിക്കൽ താജ്മഹൽ കാട്ടിത്തരുമോ? ഈ കൽബിലേക്കൊന്ന് നോക്ക്. മലർക്കെ തുറന്ന ഹൃദയങ്ങളുടെ അചഞ്ചല ലാവണ്യത്തിൽ അമർന്ന് ഇളം കാറ്റ് ചിറകൊതുക്കി. അപരിചിതമായ അത്ഭുതങ്ങൾക്കൊപ്പം ഉല്ലസിച്ച് നൃത്തം ചെയ്യുന്നതിനിടയിൽ അവൾ ഒറ്റയ്ക്കിറങ്ങിപ്പോയതിൻ്റെ യുക്തി അയാൾക്കിപ്പോഴും അജ്ഞാതമാണ്. ജീവിച്ചിരിക്കുന്നവരുടെ സന്ദേഹങ്ങൾക്ക് മരിച്ചവരുടെ ലോകത്ത് മറുപടിയുണ്ടാവുമോ? ബാവുട്ടിയുടെ നെടുവീർപ്പുകൾ കച്ചവടത്തിരക്കുകളിൽ ഉലഞ്ഞു. 3 സെവൻസ് കളിക്കുന്നതിനിടയിൽ കുട്ടികൾക്ക് കിട്ടിയ പഴയ കരിങ്കൽ ശില്പം ദേവീ വിഗ്രഹമായി മാറിയതോടെ നാട്ടിലാകെ ഭക്തി കയറിത്തുടങ്ങി. സ്വർണപ്രശ്നം തെളിച്ച മാതൃകയിൽ ശ്രീകോവിലും നാലമ്പലവും ഉയർന്നു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രം 101 ദിനരാത്രങ്ങളിൽ പുനരുദ്ധരിച്ചു. നിത്യപൂജയും വഴിപാടുകളുമായി ഭക്തജന പ്രവാഹങ്ങളായി. പറഞ്ഞാൽ തീരാത്ത വിസ്മയ കഥകൾ സ്കൂൾ മുക്കിനെ അമ്പലമുക്കാക്കി. അകലങ്ങളിൽ നിന്നെത്തിയ അച്ചടക്ക സംഘങ്ങൾ സായാഹ്നങ്ങളെ സത്സംഗം ശീലിപ്പിച്ചു. എണ്ണ, തിരി, കർപ്പൂരം, ദേവീദേവന്മാരുടെ ചില്ലിട്ട ഫോട്ടോകൾ ഭക്തരുടെ ആവശ്യങ്ങൾ അറിഞ്ഞൊരുക്കി താജ്മഹൽ സ്റ്റോറും ഒപ്പം ചേർന്നു. വിഗ്രഹാരാധനയ്ക്ക് വിഭവമൊരുക്കുന്ന അന്യമതസ്ഥൻ്റെ മാതൃക പത്രങ്ങളിൽ ഫീച്ചറുകളായി. ബാവുട്ടിക്ക മതേതര പ്രതീകമായി. 4 പതിവ് പോലെ രാവിലെ കട തുറക്കാൻ ചെന്നതാണ് സർ. ഒരടയാളം പോലുമില്ലാതെ താജ്മഹൽ പൊളിച്ചു നിരത്തി മുരിക്ക് മരങ്ങൾ നട്ടിരിക്കുന്നു. ദയ കാട്ടി രക്ഷിക്കണം സർ. ജീവിതത്തിലെ സമ്പാദ്യമല്ല, ജീവിതം തന്നെയാണ് സർ. ഗദ്ഗതമുടക്കി മുറിഞ്ഞു വീണ ബാവുട്ടിയുടെ സങ്കടങ്ങളെ നിർവികാരമായി വിലക്കി പോലീസ് ഓഫീസർ പുരികം ചുളിച്ചു. കടയുണ്ടായിരുന്നതിന് തെളിവുണ്ടോ?
ഒരു നാട് മുഴുവൻ സാക്ഷി പറയുമെന്ന് ബാവുട്ടിക്ക തിരിഞ്ഞു നോക്കി. തലേ രാത്രിയിൽ ഉയർന്നു പൊങ്ങിയ പുതുപുത്തൻ സ്റ്റോറിലേക്കുള്ള നാട്ടാരുടെ പദസഞ്ചലനം കണ്ടു. കരുണ കാട്ടണേ, കരുണ കാട്ടണേ എന്ന് ബാവുട്ടിയുടെ പ്രാർത്ഥന കൂടുതൽ ദയനീയമായി. കരുണയല്ല, നിയമമാണ് രക്ഷകനെന്ന് ഓഫീസർ ഉദാരനായി. കടയുടെ ലൈസൻസും നികുതി രശീതികളും പരാതിയോടൊപ്പം കൊടുക്കൂ. ബാവുട്ടിയുടെ ശബ്ദം പാതാളത്തോളം താഴ്ന്നു. ഒന്നും രണ്ടുമായി നുള്ളിപ്പെറുക്കി ഉണ്ടാക്കിയതാണ് സർ. പറഞ്ഞതൊന്നും ഇവിടെ ആർക്കുമില്ല സർ. കരുണ കാട്ടണം സർ. കയ്യേറ്റ ഭൂമിയിൽ അനധികൃത നിർമ്മാണം, വകുപ്പ് വേറെയാണെന്ന് ഓഫീസറുടെ ശബ്ദം വകതിരിവിൻ്റെ കാഠിന്യമണിഞ്ഞു. കണ്ണീരിറ്റിയ കവിളിൽ കനമുള്ളൊരടിയേറ്റ് വീഴുമ്പോൾ നക്ഷത്രങ്ങൾ മിന്നുന്ന ഇരുട്ടിൽ മുന്തസ്സിൻ്റെ തേങ്ങൽ താങ്ങി നിർത്തി. കയ്പ് നിറഞ്ഞ കണ്ണുകൾ വെളിച്ചം പരതി തളർന്നു. അന്ധകാരത്തിൻ്റെ ദൈവങ്ങളെ കൈകൂപ്പി തൊഴുതു വീണു. 5 ആളുകൾ തലങ്ങും വിലങ്ങും പായുന്ന തിരക്കേറിയ തീവണ്ടി സ്റ്റേഷനിൽ ദൂരെ നിന്ന് നടന്നു വരുന്നുണ്ട് കീറിപ്പറിഞ്ഞ ഒരു മനുഷ്യൻ. അടുത്തെത്തുന്തോറും അയാൾ ബാവുട്ടിക്കയായി പരിണമിച്ചു. പുറപ്പെടാനിരിക്കുന്ന നിസാമുദ്ദീൻ എക്സ്പ്രസ്സിലേക്ക് ഭാരമില്ലാത്തൊരു ഭാണ്ഡം കണക്കെ ബാവുട്ടിക്ക സ്വയം എടുത്തു വെക്കുന്നു. പതാകയെന്നോണം കൈകൾ പുറത്തേക്ക് വീശി ലോകത്തോടൊരു യാത്ര പറച്ചി. ആഗ്ര വരെ ഒന്ന് പോകണം, താജ്മഹൽ ഒന്ന് കാട്ടിക്കൊടുക്കണം. സർവശക്തനായ തമ്പുരാനെ, അവിടെ എത്തിച്ചേരും വരെയെങ്കിലും അതാരും പൊളിക്കാതെ കാക്കണേ, അതാരും പൊളിക്കാതെ കാക്കണേ. നന്ദി.